ആനന്ദേ, നീ പറഞ്ഞതുപോലെ ഇവിടെ എന്റെ പെണ്ണ് തന്നെയാടാ. അതെ ടോണി, കഴിഞ്ഞ പ്രാവശ്യത്തെ കവർ പേജ് നിന്റെ ഫോട്ടോ കയറിയതിനു ശേഷം നീ ആളാകെ മാറിപ്പോയിട്ടുണ്ട്. ഇടയ്ക്കൊരു മാറ്റം ആരാ ആഗ്രഹിക്കാത്ത? ഒരു മാറ്റം അനു ആഗ്രഹിക്കുന്നില്ല. എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരാൾ മാറൂ? നിന്റെ സംസാരത്തിന്റെ സ്റ്റൈല് വരെ മാറിപ്പോയി. അതൊക്കെ അനുവിന് വെറുതെ വന്നതാ. പിന്നെ യു നോ വാട്ട്, ഇനിയിപ്പൊ ആനന്ദ് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ടല്ലോ, അതിനി അസ്ഥാനത്തെല്ലാം കൊണ്ടോ? തമാശയാണെ കുറച്ചുകൂടി നിലവാരമുള്ളത് പ്രതീക്ഷിക്കുന്നു. എടാ എന്താ ചെയ്യാ, നിന്നോടുകൂടി ഇപ്പൊ ഇതേ വരുന്നുള്ളൂ, എല്ലാം നശിച്ചുപോയി. ഓ ഭാഗ്യവതി, നിന്റെ കൂടെ കൂടി എന്റെ സെൻസ് അടിച്ചു പോയി. അത് കലക്കിയടാ, എനിക്ക് ഇഷ്ടായി. എന്നെയാണോ? അല്ല, നിന്റെ ഹ്യൂമർ സെൻസിനെ. ഓ, ഇനി എന്നെ എന്നാ ഇഷ്ടപ്പെടാ? ഇഷ്ടപ്പെടണോ? ഇഷ്ടപ്പെട്ടാ കൊള്ളാം. അയ്യടാ മോനെ, അങ്ങനെ ഇപ്പൊ കൊള്ളണ്ട കേട്ടോ. കേട്ടു. എന്ത് കേട്ടു? നീയല്ലേ ആള്? ആ, ഞാൻ തന്നെ ആള്. എന്താ ഞാൻ ഒരാൾ പോരെ? എന്തിന് ഇഷ്ടപ്പെടാൻ? അയ്യടാ, എനിക്ക് ഇഷ്ടപ്പെടാൻ കൊറേ പേരുണ്ട്. ആരാത്? ഈ ഓഫീസിലുണ്ടവൻ? ആ ഉണ്ട്. ആരാത്? ആരാന്നാ ചോദിച്ചത്? റീന മാമിന്റെ ബ്രദർ. എന്നടാ വിശ്വാസായില്ലേ? ചെല്ലടാ, ചെന്ന് ചോദിക്കുന്നില്ലേ? കൊള്ളാം. ആ മുതുക്കനോ? ബയോട്ടിയെ വിളിക്കേണ്ടി വരുമോ? കർത്താവേ, അയാളെ കാത്തോളണേ. ഇനിയൊരിക്കലും ഞാൻ എൻ്റെ പാറുവിനെ ശല്യപ്പെടുത്തില്ല ടോണി. എനിക്കെല്ലാം മനസ്സിലായി. എന്നെങ്കിലും ഒക്കെ സ്വയം ഇഷ്ടം തോന്നി വരട്ടെ, അന്ന് നോക്കാം. ഓ, ഒരിക്കലും നടക്കാത്ത കാര്യമാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. അതുപോട്ടെ, നിന്റെ തലക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഓ, അതിടയ്ക്ക് വണ്ട് മൂളുന്നവർക്ക് തോന്നും. അത് ഞാൻ കാര്യമാക്കാറില്ല. പിന്നെ നീ എന്താ അത്യാവശ്യം ഒരു കാണണമെന്ന് പറഞ്ഞത്? നീ ഇങ്ങനെ പ്രണയം തകർന്ന് കുഴഞ്ഞ ചക്ക പോലിരിക്കുമ്പോൾ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കാം. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ആ, നീ എൻ്റെ കാര്യമൊന്നും നോക്കണ്ട. എന്താ ചോദിക്ക്. എൻ്റെ ഓഫീസിലൊരു കുട്ടിയുണ്ട്, അനു. സുന്ദരിയ, നല്ല ക്യാരക്ടറൊക്കെ ഉള്ളൊരു ചുണക്കുട്ടി. സ്റ്റൈലിഷ്, ടാലന്റഡ്, കോൺഫിഡൻറ്റ്. എന്താ ടോണി ഇത്? എന്ത്? പാറു എന്നെ ഇട്ടിട്ട് പോയെന്ന് കരുതി ഞാൻ നിന്റെ ആ സ്റ്റൈലിഷ് സുന്ദരിയുടെ പുറകെ പോകുന്നു നീ കരുതിയോ? അയ്യോ നീരജ്, മനസ്സിലായി ടോണി, നിർത്ത്. നിന്റെ ഫ്രണ്ടായ ഞാൻ പാറു എന്നെ ഇട്ടിട്ട് പോയെന്ന സങ്കടത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന എനിക്ക് പേടി. അതുകൊണ്ടൊരു പുതിയ റിലേഷൻ നീ എനിക്ക് ഉണ്ടാക്കി തന്നെ ഞാൻ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് കേക്ക്. ഓക്കെ ശരി, നിനക്കത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് നാളെ തന്നെ, അല്ല ഇന്ന് തന്നെ നമുക്ക് നിന്റെ അനുവിനെ പോയി കാണാം. എന്താ, സന്തോഷായില്ലേ? ഇല്ല, സന്തോഷായില്ല. നീ എങ്ങാനും അവളെ കണ്ടു ഞാൻ അറിഞ്ഞ നിന്റെ കണ്ണി ഞാൻ കുട്ടിപ്പിടി. എന്റെ ടോണി, നീ സത്യം പറ, നിങ്ങൾ ഈ കോഫി ഷോപ്പിന്റെ മറവിൽ വല്ല തൈക്കോണ്ടോയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എല്ലാവരുടെയും സംസാരത്തെ ഒരു കരിപ്പിട്ടോൺ, അതുകൊണ്ട് ചോദിച്ചു. ഒരു തേങ്ങയില്ല. എടാ, അവള് അനുവിനോട് എനിക്ക് ചെറിയൊരു ഇത്. ഏത്? അത് തന്നെ. ഏത് തന്നെ? എടാ, പ്രേമം. മനസ്സിലായി. അല്ല, നീ ഗേൾസിനെ വളയ്ക്കുന്നതിൽ എക്സ്പേർട്ട് അല്ലേ? പിന്നെ ഞാൻ ഇതിനകത്ത് എന്ത് തേങ്ങ ചെയ്യാനാ? എക്സ്പെർട്ടൊക്കെയാണ്, പക്ഷേ ഇത് കുറച്ച് ടഫാ. എന്തായാലും കൂടിയ പ്ലാൻ തന്നെ വേണം. എന്താ ഒരു വഴി? എടാ, ഇതിനൊക്കെ ഒരു സൈക്കോളജി ഉണ്ട്. നമുക്ക് വളരെയധികം താല്പര്യമില്ലാത്ത കുട്ടികളെ വളയ്ക്കാൻ അത് എളുപ്പമാണ്. അതിന്റെ പെർഫോമൻസ് ഗ്രാഫ് നേരെ മുകളിലോട്ടാ. നേരെ മറിച്ചോ, നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മുന്നിൽ ചെന്നാൽ നമുക്ക് പറ്റില്ല. ആ സമയത്ത് കൗണ്ടർ ഡയലോഗും കിട്ടില്ല. പിന്നെ നമ്മുടെ കോൺവെർസേഷനിൽ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല. അറിയാ, സമ്മതിച്ചിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റും. എൻ്റെ കാര്യത്തിൽ നീയാണാ മറ്റൊരാൾ. പറ, നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? അതൊക്കെ ശരിയാക്കാം, പക്ഷേ പാറുവിന്റെ കാര്യം പതുക്കെയാണെന്ന് നീ എനിക്കൊന്ന് സെറ്റാക്കി തന്നെ. നീ ഒന്ന് ക്ഷമിക്ക്. ആദ്യം നിന്റെ തലയൊക്കെ ഒന്ന് ശരിയാവട്ടെ, ഞാൻ റെഡിയാക്കി തരാം. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇത് പറ. വാടാ. എങ്ങോട്ട്? ടോണി, നിനക്കൊരു ക്ലാസിന്റെ കുറവുണ്ട്. 1 2 3 പാറു, സാറ, അനു, നേഹ, പിന്നെ ചിഞ്ചു. ഇവരൊക്കെ എനിക്ക് സിറ്റിയിൽ ആകെ അറിയാവുന്ന പെൺകുട്ടികൾ. അങ്ങ് പറഞ്ഞ മാതിരി ഇവർക്കാർക്ക് എന്നോട് ഒന്നുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. സത്യമാണ്. ഇവരിലൊരാളാകാനും ആകാതിരിക്കാനുമുള്ള സാധ്യത പപ്പാതിയായ ഈ ഘട്ടത്തിൽ ഇവരിലൊരാളാണ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനും വരാതിരിക്കാനും വന്നേ തീരൂ എന്നുള്ള അടങ്ങാത്ത വാശിയുടെ അനന്തര ഫലമായി ആ പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങ് പറഞ്ഞതൊന്നും മനസ്സിലായില്ല, ഒന്നുകൂടി വ്യക്തമായിട്ട് പ്രവചിച്ചാലും. അതെ, അവരാരും തന്നോട് അടുക്കുന്നില്ലെങ്കിൽ അത് തന്റെ നാവിന്റെ ദോഷം തന്നെയാണ്. അതുകൊണ്ട് നാവടക്കി കൗശലക്കാരനായ ഒരു കുറുക്കനെ പോലെ
എല്ലാവരോടും സ്നേഹം ചൊരിയുകയാണ് വേണ്ടത്. ചൊരിയാം, എത്ര വേണേലും ചൊരിയാം. പക്ഷെ ഒന്ന് രണ്ട് പേരോട് ചൊരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് കുറച്ച് ദൂരെ. അത് സാരമില്ല, ചൊരിയാവുന്ന അത്രയും ചൊരിയുക, അത് മതി. സ്വാമി സ്വാമി അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. എല്ലാം ശരിയായി സ്വാമി, വളരെ നന്ദിയുണ്ട്. എഴുന്നേൽക്കൂ വത്സ. സ്വാമി, എന്തായിരുന്നു നിന്റെ പ്രശ്നം? ഈ തിരക്കിനിടയിൽ നാം അത് മറന്നുപോയി. അങ്ങ് പറഞ്ഞില്ലായിരുന്നോ ഒറ്റയായ എന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരും. ആ പെൺകുട്ടി കടന്നു വന്നു. ആ പെൺകുട്ടി വന്നതോടെ എന്റെ ഭാഗ്യവും തെളിഞ്ഞു. ഞാനിപ്പോ പുതിയ കാറിന് അഡ്വാൻസ് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്നും കൊണ്ടുവന്നില്ലേ മകൻ? ഇല്ല. ഇത് എഴുന്നള്ളിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ഉവ്വ്. വത്സ, എന്നാൽ ഇതുകൂടി കേട്ടോ, ഗുരുദക്ഷിണയില്ലാതെ ഒന്നും ഉരുപ്പിടിക്കില്ല. ഗുരുദക്ഷിണ കൊടുത്തിട്ടാണ് വന്നത്. ഏത് ഗുരുവിന്? എന്റെ ഗുരു രത്നാകരൻ മാഷ്. ഓഹോ, എന്നാ ചെല്ല്, ബാക്കി ഞാൻ ശരിയാക്കി തരാം. ഓ ശരി സ്വാമി. കണ്ടല്ലോ, ഇനിയും തനിക്ക് എന്നെ സംശയമുണ്ടോ? എന്താ സ്വാമി പറയണേ? അങ്ങേ സംശയിക്കേ. അത്രയും അബദ്ധം നാം കാട്ടുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ശരി, എന്നാ വേഗം ചെല്ല്. എന്നിട്ട് സ്നേഹം ചൊരിയാനുള്ള വഴികളെ പറ്റി ആലോചിക്ക്. പിന്നെ ചൊരിയുമ്പോ പെൺകുട്ടികളോട് മാത്രമേ ചൊരിയാവൂ, അല്ലെങ്കിൽ നാട്ടുകാർ 8നും 10നും അടക്കമുള്ള ആ സംഖ്യ ചേർത്ത് വിളിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. അനുഭവസ്ഥര് പറഞ്ഞാ എനിക്ക് വിശ്വാസമാണ്. വരട്ടെ സ്വാമി, ആശീർവദിച്ചാലും.